യൂട്യൂബിൽ കൂടുതൽ വ്യൂസ് ലഭിക്കുന്ന ട്രാഫിക് സോഴ്സസ് ആണ് ബ്രൗസ് ഫീച്ചേഴ്സ്, യൂട്യൂബ് സെർച്ച്, സജഷൻ. ഇതിൽ ബ്രൗസ് ഫീച്ചേഴ്സ് ഹോം പേജിലൂടെയും മറ്റും ലഭിക്കുന്നതാണ്. സജഷൻ ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ വരുന്നതാണ്. പക്ഷേ യൂട്യൂബ് സെർച്ച് ഓഡിയൻസ് തേടി വരുന്നതാണ്. വീഡിയോ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്താൽ യൂട്യൂബ് സെർച്ചിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കും. യൂട്യൂബ് സെർച്ചിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടോപ്പിക് തിരഞ്ഞെടുക്കുന്നതിലാണ്. നിങ്ങളുടെ ടോപ്പിക് ഒരു സെർച്ചബിൾ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം. ഇതിനായിട്ട് ട്രെൻഡിങ് ടോപ്പിക്ക് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ എവർഗ്രീൻ ആയിട്ടുള്ള ടോപ്പിക്കും ചൂസ് ചെയ്യാം. സെർച്ചബിൾ ആയിട്ടുള്ള ടോപ്പിക്ക് കിട്ടാനുള്ളൊരു എളുപ്പമാർഗം യൂട്യൂബ് സെർച്ച് ബാർ ആണ്. യൂട്യൂബ് സെർച്ച് ബാറിൽ നമ്മുടെ നീഷുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് നമുക്ക് സജഷൻ ആയിട്ട് ഇവിടെ വരും. ഇത് ഓഡിയൻസ് കൂടുതൽ സെർച്ച് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗമാണ്. ഇത് കൂടാതെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലിറ്റിക്സ് എടുക്കുമ്പോൾ നമുക്കിവിടെ റിസർച്ച് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിന്ന് നമുക്ക് ടോപ്പിക്ക് കിട്ടും. ഓരോരുത്തരുടെ നീഷ് അനുസരിച്ചുള്ള ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെയുള്ള സെർച്ച് ബാറിൽ നിന്ന് കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ടോപ്പിക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമുക്കിവിടെ കാണാൻ സാധിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ നീഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പ് സെർച്ചസും ടോപ്പിക്സും വീഡിയോസും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഞാൻ ഈ പറഞ്ഞ രണ്ട് മെത്തേഡ് നമുക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. സോ ഇത് മാക്സിമം യൂസ് ചെയ്യുക. ടോപ്പിക്ക് തിരഞ്ഞെടുത്തതിന് ശേഷം യൂട്യൂബ് സെർച്ചിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കാൻ നല്ല ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും നല്ല രീതിയിൽ കൊടുക്കണം. ഇതിലെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈറ്റിലിൽ കീവേഡ്സ് ഉണ്ടായിരിക്കണം, അതേസമയം അത് അട്രാക്റ്റീവും ആയിരിക്കണം. നമുക്ക് റിസർച്ചിലൂടെയും സെർച്ച് ബാറിലൂടെയും ഒക്കെ കിട്ടിയ ടോപ്പിക്ക് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാതെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഡിസ്ക്രിപ്ഷനിലും കീവേഡ്സ് ഉണ്ടായിരിക്കണം. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയെ പറ്റി കുറച്ച് വിശദമായിട്ട് എഴുതിയിരിക്കണം. ഇതിൽ ടൈറ്റിലുള്ള കീവേഡ്സും ഉണ്ടായിരിക്കണം. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിരിക്കേണ്ട ഒന്നാണ് മറ്റ് വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക്. അതായത് നമ്മുടെ തന്നെ മറ്റ് വീഡിയോയുടെ ലിങ്ക് ടൈറ്റിൽ ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഒരു ടൈറ്റിലൂടെയും സെർച്ചിലൂടെ വ്യൂസ് ലഭിക്കും. ഇതുകൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റേഴ്സ് സാധാരണയായിട്ട് നമ്മൾ ലോങ് വീഡിയോസിലാണ് ആഡ് ചെയ്യാറുള്ളത്. ഇത് ഓഡിയൻസിന് കൂടുതൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയാണ്. പക്ഷേ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നതിലൂടെ യൂട്യൂബ് സെർച്ചിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കും. പക്ഷെ നമ്മൾ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ അതുപോലെയുള്ള ഒരു വീഡിയോ ആയിരിക്കണം. ഒന്നെങ്കിൽ സ്റ്റെപ്പ് ആയിട്ട് വിവരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കണം, അതല്ലെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉള്ള വീഡിയോ ആയിരിക്കണം. ഇത് എൻ്റെ വീഡിയോയിൽ വർക്കായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെങ്ങനെ വർക്കാകുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഇതിന്റെ ടോപ്പ് ട്രാഫിക് സോഴ്സസ് നോക്കുമ്പോൾ ഇവിടെ കാണാം 41% സെർച്ചിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ ഞാനിവിടെ ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്റേഴ്സിലുള്ള കാര്യങ്ങൾ യൂട്യൂബ് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ ഈ വീഡിയോയും കാണാൻ സാധിക്കും. ഇത് ചാപ്റ്റേഴ്സ് വഴി സെർച്ചിലൂടെ വന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചാപ്റ്റേഴ്സിലൂടെ വ്യൂസ് കിട്ടണമെങ്കിൽ ചാപ്റ്റേഴ്സ് കീവേഡ്സ് ഉണ്ടായിരിക്കണം. അതായത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ആഡ് ചെയ്താലും അതിൽ കീവേഡ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ ചാപ്റ്റേഴ്സ് കൊടുത്തത് കൊണ്ടാണ് സെർച്ചിലൂടെ എൻ്റെ വീഡിയോ വന്നത്. ഇവിടെ ഞാനൊരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളിടത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആ സെയിം കാര്യം തന്നെയാണ് യൂട്യൂബ് പറയുന്നത്. അതായത് ഡിസ്ക്രിപ്ഷനിൽ കീവേഡ്സ് ഉൾപ്പെടുത്തിയാൽ സെർച്ചിലൂടെ വ്യൂസ് ലഭിക്കുമെന്നാണ്. അടുത്തതായിട്ട് യൂട്യൂബ് ടാഗ് ആണ്. യൂട്യൂബ് ടാഗിന് വലിയ പ്രാധാന്യമില്ലെന്ന് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്. എങ്കിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഉള്ള കീവേഡ്സ് ഉൾപ്പെടുത്തി ടാഗ് കൊടുക്കാവുന്നതാണ്. യൂട്യൂബ് സെർച്ചിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കാൻ സഹായിക്കുന്ന മറ്റൊരു മാർഗമാണ് പ്ലേലിസ്റ്റ്. പ്ലേലിസ്റ്റ് ചാനൽ പേജിലൂടെ മാത്രമല്ല സെർച്ചിലൂടെയും കാണാൻ സാധിക്കും. അതിനായിട്ട് സെർച്ചബിൾ ആയിട്ടുള്ള നെയിം പ്ലേലിസ്റ്റിൽ കൊടുക്കാം. ഇങ്ങനെ പ്ലേലിസ്റ്റിലൂടെ എല്ലാ വീഡിയോസിലും വ്യൂസ് ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂട്യൂബ് സെർച്ചിലൂടെ വ്യൂസ് ലഭിക്കാൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ടാഗിലും നമ്മുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗൂഗിൾ സെർച്ചിലൂടെയും വ്യൂസ് ലഭിക്കും. സെർച്ചിലൂടെ വ്യൂസ് ലഭിക്കാൻ ഇത്രയുമൊക്കെ ചെയ്താലും തിരഞ്ഞെടുക്കുന്ന ഒരു കണ്ടന്റ് സെർച്ചബിൾ ആയിട്ടുള്ളതല്ലെങ്കിൽ സെർച്ചിലൂടെ വ്യൂസ് ലഭിക്കില്ല.